നമസ്കാരം. ഒരു ഭരണ സംവിധാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? സെല്ലിംഗ് കമന്ററി ആരംഭിക്കുന്നു. അദാനി ഗ്രൂപ്പ് അവരുടെ ആദ്യത്തെ ക്വാർട്ടറിന്റെ വരവ് ചെലവ് കണക്കുകൾ എത്രത്തോളം വളർന്നു തുടങ്ങിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ തുറമുഖത്തെക്കുറിച്ച്, ട്രിവാൻഡ്രം പോർട്ടിനെ കുറിച്ച് ഒരു വരി പ്രത്യേകം എടുത്തു പറഞ്ഞു. APSEZ അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ക്വാർട്ടർലി റവന്യൂ, അതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ പറഞ്ഞത്. വിഴിഞ്ഞം പോർട്ട് കംപ്ലീറ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് ഇയർ, ആദ്യ വർഷം പൂർത്തിയാക്കി. അച്ചീവ്ഡ് 100% യൂട്ടിലൈസേഷൻ, അടിയള സിമ്പൽ. അച്ചീവ്ഡ് 100% യൂട്ടിലൈസേഷൻ ഇൻ ഇറ്റ്സ് 9th month ഓഫ് ഓപ്പറേഷൻ. ആദ്യത്തെ 9 മാസമാണല്ലോ നമുക്ക്, കഴിഞ്ഞ ജൂലൈ മുതൽ ഉള്ള കണക്കാണ് എടുക്കുന്നത്, അതേ പറ്റുള്ളല്ലോ. യൂട്ടിലൈസേഷൻ ഇൻ ഇറ്റ്സ് 9th month ഓഫ് ഓപ്പറേഷൻ. അപ്പോ ഈ കണക്ക് സെല്ലിംഗ് കമന്ററി നേരത്തെ തന്നെ ഓരോ മാസവും അവതരിപ്പിച്ചു യൂട്ടിലൈസേഷൻ. ഇപ്പോഴാണ് ജൂലൈ മാസത്തിലാണ്, ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യത്തെ ക്വാർട്ടറിലെ, ജൂൺ അവസാനിക്കുന്ന ക്വാർട്ടറിലെ കണക്ക് അവർ പുറത്തുവിട്ടിട്ട് 100% ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ 100% എന്ന് പറയുമ്പോൾ ഓരോ മാസവും സെയിലിംഗ് കമന്ററി ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ, ഈ ഫിനാൻഷ്യൽ ഇയർ FY25 എന്ന് പറയും, ഫിനാൻഷ്യൽ FY26 ഫിനാൻഷ്യൽ ഇയർ ഏപ്രിലിൽ 91.25%, മെയ് മാസത്തിൽ ഇത് 95.11% വർദ്ധിച്ചു. ജൂൺ ആയപ്പോൾ അത് 104.96%. അപ്പൊ ചിലർക്കെങ്കിലും സംശയം തോന്നാം, എങ്ങനെയാണ് 100% കൂടുതൽ പെർഫോമൻസ് എങ്ങനെയാണ് സംഭവിക്കുക? സ്ഥിരമായിട്ട് സെയിലിംഗ് കമന്ററി കാണുന്നവർക്ക് ആ സംശയം ഉണ്ടാവില്ല. കാരണം നമുക്ക് 2 ബർത്തേ ഉള്ളൂ. ഈ 2 ബർത്തിൽ 48 മണിക്കൂറായിട്ട് കണക്കാക്കാം. ഒരു ബർത്തിൽ ഒരു കപ്പൽ 24 മണിക്കൂർ ആവുമ്പോൾ 100%, അടുത്ത ബർത്തിൽ 100%. അങ്ങനെ വരുമ്പോൾ 2 ബർത്തിലും കൂടി നമുക്ക് കണക്കെടുക്കുമ്പോൾ 100% അത് വരുന്നത്. പക്ഷെ ഈ 2 ബർത്തിനെ അദാനി ഗ്രൂപ്പ് 3 ബർത്തായിട്ട് ഇടയ്ക്ക് കൺവേർട്ട് ചെയ്യും. കാരണം ചെറിയ വെസലുകൾ, നീളം കുറഞ്ഞ വെസലുകൾ, 170 മീറ്റർ 180 മീറ്റർ ഒക്കെ വരാവുന്ന വെസൽ വരുമ്പോൾ മൊത്തത്തിൽ 3 വെസലുകളും കൂടി 700 മീറ്റർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് 48 മണിക്കൂറിനേക്കാൾ കൂടുതൽ, നമുക്ക് 24 ഉള്ളൂ. അപ്പൊ 48 മണിക്കൂറിനേക്കാൾ കൂടുതലായിട്ട് കണക്കാക്കേണ്ടി വരുന്നത് കൊണ്ടാണ്, അങ്ങനെ വന്നതുകൊണ്ടാണ് ജൂൺ മാസത്തിൽ, അത് കഴിഞ്ഞ സാമ്പത്തിക വർഷവും അങ്ങനെ 100%-ന് മുകളിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് 104.96 ജൂൺ മാസത്തിൽ. ഇതിന്റെ ശരാശരി എടുക്കുമ്പോൾ 97.10. ആദ്യത്തെ ക്വാർട്ടറിൽ സെയിലിംഗ് കമന്ററിയുടെ കണക്ക് പ്രകാരം 97.10 പെർഫോമൻസ്. 97 എന്ന് പറഞ്ഞാൽ അത് ഈ ഇൻഡസ്ട്രിയുടെ നേച്ചർ അനുസരിച്ച് 100% വിലയിരുത്തപ്പെടും. അങ്ങനെയാണ് അദാനി ഗ്രൂപ്പിന്റെ തന്നെ റിലീസ് പറയുന്നത്. വിഴിഞ്ഞം പോർട്ട് കമൻസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഇയർ, അച്ചീവ്ഡ് 100% യൂട്ടിലൈസേഷൻ ഇൻ ഇറ്റ്സ് 9th month ഓഫ് ഓപ്പറേഷൻ. അതോടൊപ്പം ഒരു വരി കൂടെ അവർ പറയുന്നുണ്ട്, കമൻസ്ഡ് കൺസ്ട്രക്ഷൻ ഓഫ് phase 2 അറ്റ് ദ പോർട്ട്. നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അവരുടെ ആനുവൽ രേഖയിൽ പറയുന്നത്, ഫസ്റ്റ് ക്വാർട്ടർ രേഖയിൽ പറയുന്നത്. നമ്മളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് സ്വകാര്യ മേഖലയിൽ അങ്ങനെയൊക്കെയാണ് പ്രവർത്തനം നടത്തുന്നത്. ആഘോഷവും ചടങ്ങുകളും നാടമുറിക്കലുകളും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വളരെ സട്ടിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കണ്ടെയ്നർ, ട്രക്ക് തുടങ്ങിയ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ, കണ്ടെയ്നർ അല്ല, പൈലിംഗ് പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ, അതിന്റെ ശബ്ദം, അതിന്റെ ബഹളം, അതിനു വേണ്ടിയുള്ള പ്രത്യേകതരം ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ്, ആദ്യഘട്ടത്തിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഇനി വരും. അതൊക്കെ ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. എന്തായാലും രണ്ടാം ഘട്ട പ്രവർത്തനം തുടങ്ങിയെന്ന് ഔദ്യോഗികമായി അദാനി ഗ്രൂപ്പ് അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ്
എത്രത്തോളം കണ്ടെയ്നറുകൾ ത്രൂപുട്ടെന്ന് പറയും. മൊത്തത്തിൽ വരികയും പോവുകയും ചെയ്തത് 43 വെസൽ എന്നാണ് സെയിലിംഗ് കമന്ററി പറഞ്ഞത്. കഴിഞ്ഞ മാസം 43 വെസൽ. പക്ഷെ അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിന്റെ കണക്കെടുക്കുന്ന ഒരു ഏജൻസി ഉണ്ട് ഇപ്പോൾ, ഓൾ ഇന്ത്യ പ്രൈവറ്റ് പോർട്ട് ക്ലോസിംഗ് വോളിയൂംസ് മന്ത് ഓഫ് ജൂലൈ 2025. ഈ ഇന്ത്യയിൽ ആകെയുള്ള 10-27ഓളം സ്വകാര്യ ടെർമിനലുകൾ, പോർട്ടുകൾ, അവയുടെ കണക്ക് ഓരോ മാസവും ശേഖരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ കണക്ക് പ്രകാരം 42 വെസലാണ് അദാനി ഗ്രൂപ്പ് കൊടുത്തതായിരിക്കും. അതിന്റെ ഒരു വ്യത്യാസം 31-ാം തീയതി അല്ലെങ്കിൽ മാസത്തിലെ അവസാന ദിവസം കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന കപ്പലുകൾ എന്നുള്ള നിലയ്ക്കാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ സെയിലിംഗ് കമ്പനി കണക്ക് കൂട്ടുന്നത് അവസാന ദിവസത്തെ രാത്രി 12 മണി വരെ വന്ന കപ്പലുകൾ എന്ന അടിസ്ഥാനത്തിലാണ് ഓരോ മാസവും എത്ര കപ്പലുകൾ വന്നു എന്നുള്ള കണക്കെടുക്കുന്നത്. ആത്യന്തികമായി ഈ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത് അവർ പറയുന്ന അൺലോഡ് ചെയ്ത ഡിസ്ചാർജ് ചെയ്തതിന്റെ കണക്കെടുക്കുമ്പോൾ 1,05,228 കണ്ടെയ്നറാണ് ജൂലൈ മാസത്തിൽ ഹാൻഡിൽ ചെയ്തത്. 42 കപ്പലുകൾ. എങ്ങനെയാണെങ്കിൽ ശരാശരി 2,505.42 TUs. ഇതൊരു പക്ഷേ ഏറ്റവും കൂടുതലായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. മൺസൂൺ മാസമാണ്, ജൂലൈ മാസമാണ്. നാളിതുവരെ എല്ലാം ഏകദേശം ശരാശരി 2,100, 2,200 ആ റേഞ്ചിലായിരുന്നെങ്കിൽ ഇതിപ്പോ 2,505 എന്ന് പറയുന്ന ഒരു വലിയ നേട്ടത്തിലോട്ട് തുറമുഖം പോയിരിക്കുകയാണ്. അതേ സമയത്ത് ഇത് ഇന്ത്യയിൽ ഏതൊക്കെ പോർട്ടുകളിൽ TRV 1-ാം സ്ഥാനം എന്നുള്ള കണക്കെടുപ്പിന് സെയിലിംഗ് കമന്ററിക്ക് താല്പര്യമില്ല. കാരണം സെയിലിംഗ് കമന്ററി മത്സരിക്കുന്നത് കൊളംബോയുമായിട്ടും സിംഗപ്പൂരുമായിട്ടും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞ് വെറുതെ നെകളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതേ സമയത്ത് ചൊറിയാൻ വന്നാൽ വിടത്തുമില്ല. ഇവിടെ ചില ചാനൽ ചർച്ചകളിൽ ചിലർ വന്നിരുന്നുകൊണ്ട് പറഞ്ഞല്ലോ, ഇവിടെ വരുന്നതല്ല ആക്രി പാട്ട കണ്ടെയ്നറുകളാണെന്ന് പറഞ്ഞ ആളുകൾ എവിടെ നിന്ന് വന്നവരാണെന്ന് അറിയാമല്ലോ. അവരുടെ പോർട്ടിൽ ഈ കണക്കിനോടൊപ്പം ഒരു കണക്ക് പുറത്തു വന്നു. അവരുടെ പോർട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആക്രി, ഞങ്ങൾ ആക്രി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് വളരെ വിലപ്പെട്ട, വളരെ മൂല്യമുള്ള, ഞങ്ങൾക്ക് അതിനോടൊക്കെ വലിയ ബഹുമാനമാണ്. ഇവിടെ വരുന്ന ഓരോ കണ്ടെയ്നർ അതിനകത്ത് അകത്തുണ്ടോ ഇല്ലയോ, ഒഴിഞ്ഞതാണോ നിറഞ്ഞതാണോ ലാഡനാണോ എംറ്റി ആണോ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് TUs ആണ്, അതെല്ലാം ബോക്സസ് ആണ്. ഇവിടെ നമ്മളെ വിമർശിച്ച് നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരുടെ പോർട്ടിൽ 8,207 കണ്ടെയ്നറുകൾ MT കണ്ടെയ്നേഴ്സ് വന്നു. 9,417 MT കണ്ടെയ്നേഴ്സ് കയറിപ്പോയി. ഞങ്ങൾ ഒരിക്കലും ആക്രി എന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിച്ച ആക്രി പാട്ട എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് സെയിലിംഗ് കമന്ററിയിൽ ആ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 27% ആ പോർട്ടിൽ നടന്ന മൊത്തം കച്ചവടത്തിന്റെ കയറ്റിറക്കുമതിയുടെ 27% MT കണ്ടെയ്നേഴ്സ് ആയിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ ആക്രി കണ്ടെയ്നറുകളായിരുന്നു. അപ്പോ മനസ്സിലായല്ലോ, ഇത്തരം കണ്ടെയ്നറുകൾ എല്ലാ പോർട്ടിലും വരും പോകുമെന്നുള്ളത് മനസ്സിലായി. അതാണ് ആഗോള കച്ചവടം. ഒഴിഞ്ഞ കണ്ടെയ്നർ എവിടെന്നെങ്കിലും പോയാലേ അതിനകത്ത് സാധനങ്ങൾ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. LPG സിലിണ്ടറിന്റെ ഉദാഹരണം ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. LPG സിലിണ്ടർ കൊടുത്താലാണല്ലോ പുതിയ സിലിണ്ടർ നമുക്ക് കിട്ടുക. അപ്പൊ അതിനെ ആക്രി സിലിണ്ടർ എന്ന് നിങ്ങൾ വിളിക്കുമായിരിക്കും, ഞങ്ങൾ വിളിക്കില്ല. എന്തായാലും 27% ഇങ്ങനെയുള്ള MT കണ്ടെയ്നേഴ്സ് ആയിരുന്നു എന്നുള്ളിടത്ത് സ്വയം ഒരു വിലയിരുത്തൽ നടത്തണം. മൊത്തം ഹാൻഡിൽ ചെയ്ത കണ്ടെയ്നർ എത്രയാണെന്നും സെയിലിംഗ് കമന്ററി പറയുന്നില്ല. അതൊക്കെ സ്വയം വിലയിരുത്തേണ്ടവർ വിലയിരുത്തണം. എന്തായാലും TRV മെച്ചപ്പെട്ട പ്രകടനമാണ് ജൂലൈ മാസത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ലക്ഷണമാണ് 1,05,228 കണ്ടെയ്നേഴ്സ്. കാരണം മൺസൂൺ കാലത്ത് വളരെ വൈകിയാണ് കപ്പലുകൾ അൺബർത്ത് ചെയ്ത് പോയതിന്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. അതിനിടയ്ക്കും 1,00,000 പുറമെ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 ലക്ഷം എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ ഇപ്പോഴേ TRV പിന്നിടും എന്ന് ഉറപ്പായി കഴിഞ്ഞു. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി തിരുവനന്തപുരത്തുകാരെന്ന് മാത്രമല്ല, ഈ പ്രോജക്റ്റിനെ സ്നേഹിക്കുന്ന എല്ലാ ജില്ലയിലും ഉള്ളവർ, അവർക്ക് ഈ സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇനി യാതൊന്നും പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം
ഇൻവെസ്റ്റ്മെന്റ്സ് മുഴുവൻ തങ്ങളുടെ മണ്ഡലങ്ങളിലോട്ടും തങ്ങളുടെ ജില്ലകളിലോട്ടും കൊണ്ടുപോകുന്നത് പട്ടാപ്പകൽ ജനങ്ങൾ കാണുകയാണ്. ഒരു തുറമുഖത്തിന്റെ അനുബന്ധമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ, റോഡ് നെറ്റ്വർക്ക് ആയാലും റെയിൽ നെറ്റ്വർക്ക് ആയാലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളായാലും റിംഗ് റോഡായാലും ഒരു കാര്യത്തിലും യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു ഗവൺമെന്റ് മറ്റു സ്ഥലങ്ങളിൽ മെട്രോയുടെ നീളം കൂട്ടാനും പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ആരംഭിക്കുവാനും ടണലുകൾ പണിയുവാനും ഒക്കെയായിട്ട് വിമാനത്താവളങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാനും ഒക്കെയായിട്ട് താല്പര്യം കാണിക്കുമ്പോൾ ശ്രീ NM ശശീന്ദ്രനെ പോലുള്ളവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. I think because of Tamil Nadu, our Vizhinjam TRV port will develop in a tremendous way, and hence we need not make any expectation from our state government. ഇതാണ് സേലിംഗമിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. എത്ര കേമന്മാരായാലും എത്ര തവണ മന്ത്രിസഭ ഉണ്ടാക്കിയാലും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്തു ഫലം. അതുപോലെ 10 വർഷമാകാം, ഇനി 15 വർഷവും ഒരുപക്ഷെ വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് ഓണത്തിന് കൊടുക്കാൻ പോവുകയാണ്. കോവിഡിൽ കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്നതുപോലെ ഇനി സൗജന്യ വെളിച്ചെണ്ണ നൽകി, സൗജന്യം പറയുന്നില്ല, അല്പം വില കുറച്ച് വെളിച്ചെണ്ണ നൽകി ഇലക്ഷൻ വർഷത്തിൽ ഇതുപോലെ ചില സൗജന്യങ്ങൾ നൽകിയാൽ ഒരുപക്ഷെ ഈ ജനത്തെ വീണ്ടും കബളിപ്പിക്കാൻ പറ്റിയേക്കും. അപ്പോഴും 15 വർഷം മൂന്നാമത്തെ ടേമിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാലും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് ഫലം എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഇവിടെ ഒരു പ്രൊഫഷണൽ, ഷിപ്പിംഗ് പ്രൊഫഷണൽ ഒരു കാര്യം കൂടി പറയുന്നു. ഒപ്പം വിഴിഞ്ഞം പോർട്ട് തമിഴ്നാട് ഏറ്റെടുത്തു തുടങ്ങി. വിഴിഞ്ഞത്തെ ഇന്ത്യ മൊത്തമായി ഏറ്റെടുക്കും. അപ്പോഴും കേരളം നോക്കി നിൽക്കും. ഇതാണ് നേരത്തെ പറഞ്ഞത്, ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ കാൽ ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ അവസാനത്തെ വരെ, ആസ് എ ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡർ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. തമിഴ്നാടിന്റെ ശ്രദ്ധ കിട്ടുന്നത് നല്ലതാണ്. വി ആർ ഗെറ്റിംഗ് എൻക്വയറീസ് ഫ്രം പൂനെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്. അടിയറ സിമ്പൽ. വി ആർ ഗെറ്റിംഗ് എൻക്വയറീസ് ഫ്രം പൂനെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ബിസൈഡ്സ് തമിഴ്നാട്. തമിഴ്നാടിന് പുറമെ അവർക്ക് പൂനെയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് അവർക്ക് എൻക്വയറി വരുന്നു. TRV വഴി അവർക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും ഈ സമൂഹം മുന്നോട്ട് പോകും, ഈ തുറമുഖം മുന്നോട്ട് പോകും, ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകും. അതേ സമയത്ത് നിങ്ങൾക്ക് തുടർന്നും ഈ നഗരത്തെയും ഈ ജില്ലയെയും ഈ തുറമുഖത്തെ സ്നേഹിക്കുന്ന ലോകം മുഴുവനുമുള്ള ജനങ്ങളെയും അവഗണിച്ചുകൊണ്ടേയിരിക്കും. അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഓരോ കണ്ടെയ്നർ ട്രാക്കിങ്ങിലൂടെ ലഭിക്കുന്നത്. ഇന്ന് അത്തരമൊരു പുതിയ കഥ കൊടുക്കാൻ സമയമില്ല. എന്തായാലും കഴിഞ്ഞ മാസത്തെ ട്രാക്കത്തോൺ, ട്രിവാൻഡ്രം ട്രാക്കത്തോണിൽ സമ്മാനം നേടിയ ശ്രീനാഥ് സമ്മാനം കൈപ്പറ്റി. ശ്രീ മോഹൻജിയുടെ കശുവണ്ടി കടയിൽ നിന്നുള്ള കശുവണ്ടി സമ്മാനമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. തുടർന്ന് ധാരാളം ട്രാക്ക് ചെയ്യേണ്ട ഒരുപാട് കണ്ടെയ്നറുകളുടെ കഥകൾ വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അവ നൽകാം. തുടർന്നും നമുക്ക് കപ്പലുകളും കണ്ടെയ്നറുകളും ഒരുപോലെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. സൈനിങ് ഓഫ്, ഇലിയാസ് ജോൺ.